കാസർഗോഡ് ഡിസ്ട്രിക്റ്റിന്റെ ബോർഡറിലുള്ള ഒരു ബ്യൂട്ടിഫുൾ കുഞ്ഞു പാലം പരിചയപ്പെടുത്തി തരാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ഈ സ്ഥലം ഒന്ന് കാണാം. ഹലോ പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് ഉള്ളത് നമ്മുടെ കാസർഗോഡ് ഡിസ്ട്രിക്റ്റില് ബോർഡറിലുള്ള ഒരു സ്പെഷ്യൽ ഏരിയയിലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് പേര് നടന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ടല്ലേ. പണ്ട് ഞാനും ചെറുപ്പത്തില് ഈ വഴിയിലൂടെയൊക്കെ പോയതാണ്. പക്ഷെ അന്ന് ഞാൻ സൈക്കിൾ എടുത്തിട്ട് എന്റെ കൂട്ടുകാരോടൊപ്പമാണ് വന്നിരുന്നത്. ഒരുപാട് ഓർമ്മകളുള്ള ഒരു സ്ഥലമാണ് ഇട്ടത്. ഇതിന് കാര എന്നായിരുന്നു നമ്മൾ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തുകൊണ്ട് ആ പേര് വന്നു എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. ഇതിലൂടെ പണ്ടൊക്കെ ഓട്ടോറിക്ഷ അങ്ങ് കടന്ന് പോകുമായിരുന്നു. ഇപ്പൊ ബൈക്ക് സൈക്കിളൊക്കെ പോകുന്നത് കാണുന്നുണ്ട്. ഒരുപാട് പേര് ഇവിടെ വന്ന് ആ പുഴയുടെ ഭംഗി ആസ്വദിച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നതുണ്ട്. അപ്പൊ നമുക്ക് അങ്ങ് അടുത്തോട്ട് പോയിട്ട് കാണാം കേട്ടോ. ഇവിടെ റീസെന്റ് ആയിട്ടൊരു ചായക്കടയൊക്കെ തുടങ്ങിയത് കാരണം ഇപ്പൊ ഇത്തിരി ആൾക്കാരുടെ തിരക്ക് കൂടുതലാണ്. ചായക്കടയിലേക്കുള്ള കാർ പാർക്കിംഗ് ആണിത്. അതുപോലെ നേരെയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന സ്ഥലം കേട്ടോ. അവിടെ കണ്ട ഒരു കുഞ്ഞു ബിൽഡിങ്ങിൽ കണ്ട വര എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടൊന്ന് കാണിച്ചെന്ന് മാത്രം. ആ ബ്യൂട്ടിഫുൾ സീൻ കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ പുഴക്കരയിലേക്കാണ് പോകുന്നത് കേട്ടോ. എന്റെ ചെറുപ്പകാലത്തുള്ള ഒരുപാട് ഓർമ്മകൾ തിങ്ങി നിറഞ്ഞ ഒരിടമാണിത്. ഞങ്ങള് കൂട്ടുകാരൊക്കെ ചേർന്ന് സൈക്കിളിൽ ഇവിടെ വരുമായിരുന്നു. അന്നിവിടെ ഒരുപാട് മീൻപിടുത്തക്കാരുണ്ടാകുമായിരുന്നു. അവരോടൊക്കെ നമ്മൾ നല്ല ചങ്ങാതിമാരായിട്ട് സംസാരിക്കുമായിരുന്നു. ഒത്തിരി ഓർമ്മകൾ. നോക്കൂ എന്ത് ഭംഗിയാണ് ഇവിടെ. ഇവിടെ ഒരു സായാഹ്നത്തിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് നല്ലൊരു റിലാക്സേഷൻ, നമ്മുടെ തിരക്കുള്ള ജീവിതത്തിലുള്ള റിലാക്സേഷൻ തന്നെയായിരിക്കും. ചായക്കടയിൽ ഒരുപാട് തിരക്കുകളൊക്കെ കാണുന്നുണ്ട്. ഇനി കാണുകയാണെങ്കിൽ സ്ഥലത്തിന്റെ ഭംഗി അത് ഒന്നും പറയാനില്ലാത്തതാണ് കേട്ടോ. ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട്. ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കാനായിട്ട് വന്നതാണെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടില് റീസെന്റ് അല്ല 3-4 വർഷം മുന്നേ ഓപ്പൺ ചെയ്ത പാലമാണിത്. കാര നമുക്ക് പയ്യന്നൂരിലേക്കുള്ള യാത്ര എളുപ്പമാക്കി തന്നൊരു പാലം. കുഞ്ഞു ഡാം പോലെ കാണുന്ന ഈ ഭാഗത്ത് കൈവരികൾ ഇല്ല കേട്ടോ. കുട്ടികളെ കൂട്ടി വരുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെ ശ്രദ്ധിച്ച് മാത്രം ഇവിടെ നടക്കേണ്ടതുണ്ട്. ഇത്തിരി പേര് അവിടെ മീൻ പിടിക്കുന്നതാണെന്ന് തോന്നുന്നു. ആ രസക്കാഴ്ചയിലേക്ക് നമുക്ക് നീങ്ങാം. മല വലിച്ചെടുക്കുകയാണ്. പയ്യന്നൂർ പാലം പയ്യന്നൂരിലേക്ക് പോകുന്ന പാലമാണ് കേട്ടോ. സമയം 6 മണിയോടടുക്കുന്നു വൈകുന്നേരം. അപ്പോൾ ഇവിടുത്തെ ആംബിയൻസ് ഒന്നും കൂടെ ബ്യൂട്ടിഫുൾ ആവുകയാണ്. ഒരുപാട് പേര് പാലത്തിന്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേര്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പാലം നിറഞ്ഞെടുക്കുകയാണ്. ആ പാലത്തിലൂടെ ഒരു ബൈക്ക് കടന്നു വരുന്നത് നിങ്ങൾക്ക് കാണാം. സമയം 6:30 ഇപ്പോഴും ആൾക്കാരുടെ തിരക്കൊന്നും കുറഞ്ഞില്ല. അതുപോലെയുണ്ട്. നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ്. അതും നമ്മുടെ കാസർഗോഡിന്റെ മണ്ണിൽ, കാസർഗോഡിന്റെ ബോർഡറിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് പരിചയപ്പെടുത്തിക്കൊണ്ട് സൈനിങ് ഓഫ്. താങ്ക് യു.